അനാദിയായും ശാശ്വതമായും ദൈവമായിരിക്കുന്ന ത്രിയേക സത്യദൈവത്തിന് സ്തുതി, സ്തോത്രം, ധനം, മാനം, ജ്ഞാനം, പുകഴ്ച എല്ലാം ഇന്ന് രാത്രിയിലും ഉണ്ടാകുമാറാകട്ടെ. ഇതുവരെ നമുക്ക് അധ്യക്ഷത ചെയ്തുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസൻ പക്ഷേ എബ്രഹാം ജോസഫ് ഉൾപ്പെടെ മറ്റ് കർത്താവിന്റെ ദാസന്മാർക്കും യേശുവിന്റെ രക്തത്തിന്റെ വിലകളായ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. നമുക്ക് വെളിപ്പാട് പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിപ്പാനായിട്ട് ദൈവം അവസരങ്ങളെ നൽകി. 1-ാം അധ്യായത്തിൽ നിന്ന് തേജസ്കരിക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ മഹത്വ ദർശനം നമുക്കുണ്ടായി. 2-3 അധ്യായങ്ങളിൽ നിന്ന് പെന്തക്കോസ്ത് നാൾ മുതൽ ഉൽപ്രാവണം വരെ ഭൂമിയിൽ ആയിരിക്കുന്ന സഭയുടെ ചിത്രവും നമുക്ക് ലഭിച്ചു. നാം ലവോദിക്യ സഭയോടുള്ള യേശുക്രിസ്തുവിന്റെ ദൂത് ചിന്തിച്ച് ഇന്നലെ 3-ാം അധ്യായത്തിന് പരിസമാപ്തി കുറിച്ചു. മറ്റ് സംശയങ്ങൾ ആ വിഷയത്തിൽ ഇതുവരെ ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് ആ വിഷയങ്ങളിൽ ഇനിയും സംശയങ്ങൾ ഇല്ല എന്ന് ഞാൻ കരുതട്ടെ. എങ്കിലും ഒന്നും കൂടെ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളിൽ എന്തെങ്കിലും വിശദീകരിക്കുവാനായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഇന്നലെ പറഞ്ഞതുപോലെ 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നും സംശയങ്ങൾ അവശേഷിക്കുന്നില്ലെന്ന് കരുതട്ടെ. എങ്കിൽ നമുക്ക് ഒന്നും കൂടെ 1-ാം അധ്യായം 19-ാം വാക്യം വായിക്കാം. 1:19. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. നാം ആ വാക്യത്തെ ആസ്പദമാക്കിയാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ വിഭജനം നടത്തിയത്. നീ കണ്ടത്, അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. 1-ാം അധ്യായത്തിൽ തേജസ്കരിക്കപ്പെട്ട മഹത്വസമ്പൂർണനായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ മഹത്വ ദർശനം നീ കണ്ടത്. രണ്ടാമത്തേത് ഇപ്പോൾ ഉള്ളത്, അതാണ് 2-ഉം 3-ഉം അധ്യായങ്ങളിൽ നാം കണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാൾ മുതൽ ഉൽപ്രാവണം വരെ ഉള്ള കാലഘട്ടത്തിൽ ഭൂമിയിൽ ആയിരിക്കുന്ന ദൈവസഭയുടെ ഒരു ചിത്രം. അതിൻ്റെ 7 അവസ്ഥകളും അനുബന്ധമായ കാര്യങ്ങളും. ഇനിയും 3-ാം ഭാഗത്തേക്ക് കടക്കുകയാണ്. 19-ാം വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ മേലാൽ സംഭവിപ്പാനിരിക്കുന്നത്. So as per 1:19 of Revelation, we can classify the book of Revelation into 3. First part is what you have seen. That is about the revelation of the glorified and resurrected Christ in chapter 1. Second division is chapters 2 and 3 that deal with
the church from Pentecost to the rapture. And now chapters 4 to 22 fall into the third division, that the things that will take place hereafter. അതിലേക്കാണ് നാം ഇനി പോകുന്നത്. സ്തോത്രം. നാലാം അധ്യായം. അതിൽ 4 തൊട്ട് 12 വരെയുള്ള അധ്യായങ്ങളെ നമുക്ക് 2-3 ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഭാഗമാണ് 4ഉം 5ഉം അധ്യായങ്ങൾ. ഈ 2 അധ്യായങ്ങൾ ഭാവികാല സംഭവങ്ങൾക്കുള്ള ഒരുക്കത്തിന്റെ അധ്യായങ്ങളാണ്. ഭാവികാല സംഭവങ്ങൾക്കുള്ള ഒരുക്കത്തിന്റെ അധ്യായങ്ങൾ. So we can again classify the future things into many different classes, as chapters 4 and 5 are preparatory chapters for the future events or for the eschatological events. 4-5 അധ്യായങ്ങൾ ഭാവികാല സംഭവങ്ങൾക്കുള്ള ഒരുക്കത്തിന്റെ അധ്യായങ്ങളാണ്. 6 to 18, the 70th week, recorded in Daniel chapter 9. Yeah, the tribulation period, otherwise the time of Antichrist. ആറ് തൊട്ട് 18 വരെയുള്ള അധ്യായങ്ങളാണ് ദാനിയേൽ 9-ാം അധ്യായത്തിൽ പറഞ്ഞ 70 ആഴ്ചവട്ടങ്ങളിലെ ഇനി നിറവേറുവാനുള്ള 70-ാം ആഴ്ചവട്ടം. 70ഉം 70-ാമത്തേതും അത് തമ്മിൽ കൺഫ്യൂഷൻ ആകരുത്. 70 വീക്സ് ആൻഡ് 70th വീക്ക്. 70 ആഴ്ചവട്ടങ്ങളെ കുറിച്ച് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പ് അഥവാ യഥാസ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൽ ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ, മശിഹായുടെ ക്രൂശീകരണത്തോടുകൂടെ 69 ആഴ്ചവട്ടങ്ങൾ നിവർത്തിക്കപ്പെട്ടു. ഇനിയും ഒരാഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ 7 വർഷം മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ 70-ാം ആഴ്ചവട്ടമാണ്. ആ ആഴ്ചവട്ടത്തിലെ സംഭവ വികാസങ്ങളാണ് വെളിപ്പാട് 6 തൊട്ട് 18 വരെയുള്ള അധ്യായങ്ങളിൽ. അതിനെ നമുക്ക് എതിർ ക്രിസ്തുവിന്റെ ഭരണകാലമെന്ന് വിളിക്കാം, മഹാപീഡനകാലമെന്ന് വിളിക്കാം. യാക്കോബിന്റെ കഷ്ടകാലമെന്ന് വിളിക്കാം, ദി അഫ്ലിക്ഷൻ ടൈം ഓഫ് ജേക്കബ്. അങ്ങനെ വിവിധ പേരുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കും ഈ അധ്യായങ്ങൾക്ക്, വെളിപ്പാട് 6 തൊട്ട് 18 വരെ. പത്തൊൻപതാമത്തെ അധ്യായം പൊതുവെ അത് ഹല്ലേലൂയ ചാപ്റ്റർ എന്നാണ് അറിയപ്പെടുക. 19-ാമത്തെ അധ്യായം, chapter 19 is usually called
ഹല്ലേലൂയ ചാപ്റ്റർ. പല ആവർത്തി ആ അധ്യായത്തിൽ ഹല്ലേലൂയ എന്ന കോറസ് നമുക്ക് കേൾക്കാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അതിനെ ഹല്ലേലൂയ അധ്യായം എന്ന് വിളിക്കാറ്. അതിൽ 1 മുതൽ 10 വരെ കുഞ്ഞാടിന്റെ കല്യാണമാണ്. Chapter 19 verses 1 to 10. We can see the description of marriage of the lamb. കുഞ്ഞാടിന്റെ കല്യാണം. Verses 11 to 16, 11 തൊട്ട് 16 വരെ യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള തേജസ്സിന്റെ പ്രത്യക്ഷതയാണ്. 19 അധ്യായം 11 മുതൽ 16 വരെ അതാണ് യഥാർത്ഥത്തിലുള്ള രണ്ടാം വരവ്, യേശുവിന്റെ രണ്ടാം വരവ്. The second coming, the literal second coming of Jesus Christ. Coming a second time to this earth. So chapter 19, 11 to 16, we see the glorious and public appearance of Jesus Christ. And verses from 17 to 19, yeah, 17 to 21 we can say. 21 വാക്യമല്ലേ ഉള്ളത്? Yeah, 17 to 21. Two major things. One, the battle of Armageddon, and second, inauguration of the hell. പത്തൊൻപതിന്റെ 17 തൊട്ട് 21 വരെ നാം കാണുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, അർമഗദ്ദോൻ യുദ്ധം. 2, നരകത്തിന്റെ ഉദ്ഘാടനം, inauguration of the hell. Then comes chapter 20, 20 അധ്യായം 1 to 3, the binding of Satan for a millennium. Satan is bound in the bottomless pit for 1,000 years. 20ന്റെ 1 തൊട്ട് 3 വരെ സാത്താൻ 1000 ആണ്ടേക്ക് അഗാധ കൂപത്തിൽ ചങ്ങലയ്ക്ക് ഇടപ്പെടുകയാണ്. 4 തൊട്ട് 6 വരെ യേശുക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച, ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച. 4 to 6, the millennium of Christ, ക്രിസ്തുവിന്റെ സഹസ്രാബ്ദ വാഴ്ച. Verses 7 to 10, 7 തൊട്ട് 10 വരെ the last and final battle, that of
ഗോഗ് മാഗോഗ് ബാറ്റിൽ. ഏഴ് തൊട്ട് 10 വരെ ലോകത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ഒടുവിലത്തെ യുദ്ധം. അതാണ് ഗോഗ് മാഗോഗ് യുദ്ധം. ഇരുപതിന്റെ 11 മുതൽ 15 വരെ വലിയ വെള്ളസിംഹാസന ന്യായവിധി, അന്തിമ ന്യായവിധി എന്നും അതിനെ വിളിക്കാം. The great and white throne judgment that is found in 20 verses 11 to 15. The great white throne judgment. വലിയ വെള്ള സിംഹാസന ന്യായവിധി. Then last 2 chapters, 21, 22, eternity. Yeah, eternal destiny. 21, 22 നിത്യതയാണ്. പുതിയ ആകാശം, പുതിയ ഭൂമി, പുതിയ യെരുശലേം തുടങ്ങിയുള്ള ഇന്നലെ നമ്മൾ ഒന്ന് പറഞ്ഞുവിട്ട അവസ്ഥകൾ. നിത്യത എന്ന് നമുക്കതിനെ വിളിക്കാം. ഇങ്ങനെയാണ് ഭാവികാല സംഭവങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമാണ് നമ്മൾ നടത്തിയത്. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ആദ്യ സമയത്തും പറഞ്ഞിരുന്നു അല്ലേ? എൻ്റെ ഓർമ്മയിൽ നമ്മളിത് അന്നും ചിന്തിച്ചിരുന്നു. അന്ന് ഇല്ലാതിരുന്ന ചിലരിന്നുണ്ട്, പിന്നെ ഉണ്ടായിരുന്നവർക്കും ഒന്നും കൂടെ ഒന്ന് അയവിറക്കുവാൻ ആയിക്കൊള്ളട്ടെ എന്ന് ഞാൻ കരുതി. മറന്നിട്ടല്ല. അതിൽ നമുക്ക് 4ഉം 5ഉം അധ്യായങ്ങളിലേക്ക് വരാം. ഭാവികാല സംഭവങ്ങൾ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതുപോലെ ബൈബിൾ ഈസ് എ പ്രൊഫറ്റിക്കൽ ബുക്ക്. ബൈബിൾ ഒരു പ്രവചന ഗ്രന്ഥമാണ്. ധാരാളം പ്രവചനങ്ങൾ ഇതിൽ ഉണ്ട്. ആവർത്തനമാണെങ്കിൽ കൂടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ, വേദപുസ്തകം നൽകുന്ന പ്രവചനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന വിഷയം എന്താണ്? The most important, the most spoken prophetical theme in the Bible. തെറ്റാണെങ്കിലും സാരമില്ല, കൂടെ ഒന്ന് വന്നാൽ മതി. ഓക്കെ. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് നിത്യരാജ്യത്വം ഉണ്ടായിരിക്കും. ഓക്കെ. സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. അതിൽ ഏറ്റവും നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ്, എങ്കിലും ഏറ്റവും കൃത്യമായ ഉത്തരം ക്രൈസ്റ്റ്, ക്രിസ്തു അഥവാ മശിഹ. രണ്ടാമത്തെ വരവെന്ന് മാത്രമല്ല, അത് അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉള്ളൂ. സെക്കൻഡ് കമ്മിങ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ജസ്റ്റ് എ മിയർ part of that promise or prophecy. The key prophecy of the Bible is, in a single vocabulary, it is Christ, the Messiah. The most important prophetical
theme or the prophetical subject is nothing else but Messiah. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചന വിഷയം മശിഹ എന്നുള്ളതാണ്. മശിഹ കേവലം കന്യകാ ജനനം അല്ലെങ്കിൽ യേശുവിന്റെ രണ്ടാം വരവ് മാത്രമല്ല, മൊത്തം ക്രിസ്തുവിനെ സംബന്ധിക്കുന്നതാണ്. ചില വീടുകളിലൊക്കെ മഴയായി കഴിഞ്ഞാൽ ഏത് ഭിത്തിയിൽ തൊട്ടാലും ഇലക്ട്രിക് ഷോക്ക് അടിക്കും. ഏത് ഭിത്തിയെ തൊട്ടാലും. എന്ന് പറഞ്ഞതുപോലെയാ ബൈബിളിലെ ഏത് താളെടുത്താലും, ഏത് പേജ് എടുത്താലും, ഏത് പുസ്തകം എടുത്താലും നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് മശിഹ, ക്രിസ്തു. ഉൽപ്പത്തി 3:15 തുടങ്ങിയ പ്രവചനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ വാക്യത്തെ പ്രോട്ടോ ഇവാഞ്ചലിസം എന്നാണ് വിളിക്കാറ്. ഫസ്റ്റ് ഗോസ്പൽ, ആദ്യത്തെ സുവിശേഷം എന്ന് വിളിക്കും. അങ്ങനെ ബൈബിൾ പ്രവചന ഗ്രന്ഥമാണ്. അതിന് തെളിവുകൾ, വളരെ ആഴത്തിലുള്ള ശക്തമായ തെളിവുകളാണ് 2 പത്രോസ് 1:19, 20, 21 വാക്യങ്ങൾ. 2 Peter chapter 1 verses 19 through 21. Very specific for this truth. ബൈബിളിനെ നമുക്ക് പ്രവചനം അല്ലെങ്കിൽ പ്രവചന ഗ്രന്ഥം എന്ന് വിളിക്കാം. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രവചനം, ഒത്തിരി പ്രവചന വിഷയങ്ങളുണ്ട്. ഈവൻ ഇസ്രായേൽ ഈസ് എ പ്രോഫറ്റിക്കൽ സബ്ജക്ട്. ഇസ്രായേൽ എന്നത് പോലും ഒരു പ്രവചന വിഷയമായിരിക്കുമ്പോൾ മശിഹ എന്ന പ്രവചന വിഷയമാണ് ഏറ്റവും പ്രധാനം. വേദപുസ്തകം നമുക്ക് ഭാവിയെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. ചരിത്രം പറയുന്നതിനേക്കാൾ ഭാവി പറയുന്ന ഒരു പുസ്തകമാണ് ബൈബിൾ. അതുകൊണ്ടാണ് വേദപുസ്തകം വിശ്വസിക്കുന്ന ഒരാളിന് ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വ ബോധമില്ല. കൂടെ വരുന്നുണ്ടല്ലോ എല്ലാവരും? സ്തോത്രം. എ പേഴ്സൺ who believes in the Bible is very much certain about the future. Such a biblical follower will never ever have uncertainty about the future. ഭാവിയെക്കുറിച്ചുള്ള നിശ്ചയമില്ലായ്മ, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വ ബോധം ഒരു ക്രിസ്തു വിശ്വാസിക്ക്, വേദപുസ്തകം ബൈബിൾ വിശ്വസിക്കുന്ന ഒരാളിനില്ല. വ്യക്തമായ ബോധ്യമുണ്ട് ഭാവിയിൽ എന്ത് സംഭവിക്കുവാൻ പോകുന്നു. ആ ഭാവി വിഷയങ്ങളെ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിക്കാം. So these future things can be divided into two. One, എന്തോ ഒന്നുകൂടെ പറയാമോ? 2 Peter 2 Peter chapter 1 19, 20 and 21. 2 പത്രോസ് 1:19, 20, 21.
ഒന്ന് വായിച്ചോളൂ. 19-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. യാ, താങ്ക് യു ആന്റി. Okay, welcome. We have also a more sure word of prophecy, whereunto ye do well, that ye take heed as unto a light that shineth in a dark place, until the day dawn and the day star arise in your hearts. Praise God. We have a sure word of prophecy. സ്തോത്രം. വളരെ വ്യക്തമായ പ്രവചന അല്ലെങ്കിൽ പ്രവാചക വാക്യവും നമുക്കുണ്ട്. ആ പ്രവാചക വാക്യം അത് മൊത്തം തിരുവെഴുത്തുകളെ കുറിച്ചാണ് പറയുന്നത്. ആരെങ്കിലും തലയിൽ കൈവച്ചു പറയുന്ന പ്രവചനത്തെ കുറിച്ചല്ല ഇത് കേട്ടോ. ഇറ്റ്സ് നോട്ട് അബൌട്ട് പേഴ്സണൽ പ്രോഫസീസ്. വ്യക്തിപരമായി നമ്മൾ കേൾക്കുന്ന പ്രവചനങ്ങളെ കുറിച്ചല്ല ഈ പറയുന്നത്. പകരം എഴുതപ്പെട്ട പ്രവാചക ഗ്രന്ഥം എന്ന് വിളിക്കപ്പെടുന്ന ദൈവവചനത്തെ കുറിച്ച്, the written word, the scriptures. So this is what is called the prophetical word. Because we have this prophetical word, it is just like a lamp shining forth in the darkness. ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്കു പോലെയാണ് ഒരു ഭക്തന് ഈ പ്രവചനം. നമ്മൾ പാർക്കുന്ന ഈ ലോകം അന്ധകാര നിബിഡമാണ്. The universe, the very universe itself is full of gloom of darkness. Darkness of sin, darkness of ignorance, immorality, abominations. പലതരത്തിലുള്ള ഇരുളുകളാണ് ഈ പ്രപഞ്ചത്തിൽ, ലോകത്തിൽ. അജ്ഞതയുടെ ഇരുട്ടുണ്ട്, പാപത്തിന്റെ ഇരുട്ടുണ്ട്, അധാർമികതയുടെ ഇരുട്ട്, മ്ലേച്ഛതകളുടെ ഇരുട്ട്, അസാൻമാർഗികതകളുടെ ഇരുട്ട്, ഇങ്ങനെ പലതരത്തിലുള്ള ഇരുട്ട് മൂടിയ ലോകമാണിവിടെ. പൗലോസ് അതുകൊണ്ട് ഫിലിപ്പിയർ 2 പറയുന്നത്, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കും. ലോകത്തിൽ ജ്യോതിസ്സുകളെ പോലെ പ്രകാശിക്കുന്നു. സ്തോത്രം. അപ്പൊ ഈ ലോകം പ്രകാശം ആവശ്യമുള്ള ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. പക്ഷേ ഈ വേദപുസ്തകം സ്വന്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബൈബിൾ ഒരെണ്ണം വാങ്ങി വീട്ടിൽ വെച്ചേക്കുന്നതല്ല, ബൈബിൾ വിശ്വസിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് അവന് ഈ ലോകത്തിലെ ഇരുട്ട് ഒന്നുമല്ല. കാരണം അവന്റെ കയ്യിൽ എന്തുണ്ട്? ഒരു വചനം എന്ന ദീപമുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, നിന്റെ വചനം എന്റെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാകുന്നു. സ്തോത്രം. അപ്പോൾ ദൈവവചനം നമുക്ക് ദീപമാണ്. അത് പ്രവചനങ്ങളാ, ഭാവിയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളാണ്. ഭാവിയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ. കർത്താവ് വരുവോളം, ഉദയനക്ഷത്രം ഉദിക്കുവോളം
എന്ന് പറഞ്ഞാൽ സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണം ആരാണ്? നിങ്ങൾ കൂടെ വന്നവരെ ക്രിസ്തു. ക്രിസ്തു. സ്തോത്രം. Christ is the fulfillment of all prophecies. All prophecies. ഇനിയിപ്പം എനിക്കൊരു വ്യക്തിപരമായ പ്രവചനം കിട്ടിയെന്നിരിക്കട്ടെ. മോനെ, നിന്നെ മഞ്ഞു പൊഴിയുന്ന നാട്ടിലേക്ക് ഞാൻ വിടാൻ പോകുന്നു. നീ മഞ്ഞു പൊഴിയുന്ന നാട്ടിലെ ഒരു പാസ്പോർട്ടൊക്കെ എനിക്ക് ഉണ്ടാകുന്നത് വരെയൊന്നും യേശു വരുത്തില്ല എന്ന് കാത്തിരിക്കേണ്ട ആവശ്യമില്ല എനിക്ക്. ക്രിസ്തു വരുന്നതോടുകൂടെ ഈ വ്യക്തിപരമായ പ്രവചനങ്ങൾ പോലും പൂർത്തീകരിക്കപ്പെടുക. അതുകൊണ്ട് എനിക്കിനി പ്രവചനങ്ങൾ ബാക്കിയുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ടേ ഞാൻ ചാകൂ, അതുകൂടെ കഴിഞ്ഞിട്ടേ കർത്താവ് വരൂ. ഒന്നാമത്തെ ഭാഗ്യം ചിന്തിച്ചോ, കർത്താവ് വന്നില്ലെങ്കിൽ അത് നിവർത്തിക്കപ്പെടാതെ നമ്മൾ മരിക്കില്ല. പക്ഷേ ഇത് നിറവേറി കഴിഞ്ഞിട്ടേ കർത്താവ് വരൂ എന്ന് കാത്തിരിക്കേണ്ട. കാരണം സകല പ്രവചനങ്ങളും ക്രിസ്തുവിൽ നിറവേറും. ഇപ്പൊ ക്രിസ്തുവാണ് സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണം. സ്തോത്രം. So the most important prophetical theme in the Bible is Christ. So also he is the very fulfillment of all prophecies. ക്രിസ്തുവിൽ സകല പ്രവചനങ്ങളും സമ്പൂർണമാകുന്നു. അതുകൊണ്ട് ആ പ്രവചനങ്ങൾ നമുക്ക് ഇരുളടഞ്ഞ ലോകത്തിൽ പ്രകാശമാണ്. പിന്നെ ആ പ്രവചനം എങ്ങനെ കിട്ടി എന്നുള്ളതിനെ കുറിച്ച് 20-21 വാക്യങ്ങളിലുള്ളത്. നമ്മുടെ ഈ വിഷയവുമായിട്ട് അതിന് അത്ര ബന്ധമില്ലാത്തത് കൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ പ്രവചനം എന്ന നിലയിൽ അതിനെ മനസ്സിലാക്കാനാണ് 2 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 19, 20, 21 വാക്യങ്ങൾ നമ്മളിവിടെ കുറിച്ചത്. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഇത്രയുമുള്ളതിൽ എന്തെങ്കിലും വിശദീകരണം? ഓക്കെ. എങ്കിൽ ഭാവികാല സംഭവങ്ങൾ നമ്മളതിനെ രണ്ടായിട്ട് തരം തിരിക്കാം എന്നാണ് പറഞ്ഞത്. We can divide the future things into two. അതിനെ തിയോളജിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ, വേദശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ എസ്കാറ്റോളജി എന്ന് വിളിക്കും. എസ്കാറ്റോളജി, ESCHATOLOGY, എസ്കാറ്റോളജി. എസ്കാറ്റോസ് എന്ന ഗ്രീക്ക് പദത്തിനർത്ഥം ദ ലാസ്റ്റ് ഓർ ദ ഫൈനൽ എന്നാണ്. എസ്കാറ്റോസ്, ദ ലാസ്റ്റ് എൻഡ്, ഫൈനൽ. എസ്കാറ്റോസ്. അങ്ങനെയാണെങ്കിൽ എസ്കാറ്റോളജി മീൻസ് the science, the study of the science about final things. അന്ത്യകാല വിഷയങ്ങളെ കുറിച്ചുള്ള പഠനം എന്നാണ് അതിനെ വിളിക്കാറ്. യുഗാന്ത്യ വിജ്ഞാനീയം എന്നൊക്കെ അതിനെ വിളിക്കാറുണ്ട് മലയാളത്തിൽ. അന്ത്യകാല ശാസ്ത്രമെന്ന് ചിലർ അതിനെ വിളിക്കുന്നു. അത് രണ്ട് ഭാഗങ്ങളുണ്ട്. 2 parts of eschatology. One is a personal eschatology and second one a general eschatology.
ഈ ഭാവികാല സംഭവങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, വ്യക്തിപരമായ അന്തിമ വിഷയങ്ങൾ. വ്യക്തിപരമായ അന്തിമ വിഷയങ്ങൾ. മറ്റൊന്ന്, പൊതുവായ അന്തിമ വിഷയങ്ങൾ, അല്ലെ അന്ത്യകാല കാര്യങ്ങൾ. വ്യക്തിപരമായതും പൊതുവായതും. അതിൽ വ്യക്തിപരമായ പേഴ്സണൽ എസ്കറ്റോളജി, വ്യക്തിപരമായ അന്ത്യകാല വിഷയങ്ങളിൽ പെടുന്ന 3-4 കാര്യങ്ങൾ. ഒന്ന്, ഒരു വ്യക്തിയുടെ മരണം, ഡെത്ത് ഓഫ് എ പേഴ്സൺ. സെക്കൻഡ്, ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ ഹ്യൂമൻ സോൾ, മനുഷ്യാത്മാവിന്റെ അദ്രവത്വം, അമർത്യത. Immortality or incorruptibility of the human soul. 3, the interim state of the soul between death and resurrection. The interim state of the soul, human soul, between death of the person and resurrection of that person. മൂന്നാമത്തെ വ്യക്തിപരമായ അന്ത്യകാല വിഷയമാണ് മരണത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും ഇടയിൽ ഈ മനുഷ്യാത്മാവിന്റെ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് ദ സ്പിരിറ്റ്. മരണത്തിനും ഉയർപ്പിനും ഇടയിൽ ആത്മാവിന്റെ അവസ്ഥ എവിടെയാണ്? എവിടെയെങ്കിലും ഊടാടി നടക്കുകയാണോ? അതോ വല്ല മരത്തേലും കയറിയിരിക്കുകയാണോ? അതോ വെള്ളത്തിലെങ്ങാണം ആരെങ്കിലും ഒറ്റയ്ക്ക് കുളിക്കാൻ വരുന്നത് നോക്കിയിരിക്കുകയാണോ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ? അതോ എല്ലാ വർഷവും വീട് കാണാനൊക്കെ വരുമോ? ചില പെന്തക്കോസ്തുകാർ ഉൾപ്പെടെ ചിന്തിക്കുന്നത് പോലെ വീട്ടിലൊരു കല്യാണമൊക്കെ നടക്കുമ്പോൾ ആത്മാവിനോടങ്ങ് ഇരിക്കാൻ വയ്യാതെ വരും. ഒരു പുതിയ പെണ്ണിനെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ മരിച്ചുപോയ അമ്മച്ചിയോ വല്യമ്മച്ചിയോ മരുമോളെ ഒന്ന് സൽക്കരിക്കാൻ വരും. കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചാൽ ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന പെന്തക്കോസ്തുകാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അപ്പോൾ എന്താണ് ഈ മരണത്തിനും ഉയർപ്പിനും ഇടയിൽ ആത്മാവിന്റെ അവസ്ഥ? ഇതും വ്യക്തിപരമായ അന്ത്യകാല വിഷയത്തിൽ പേഴ്സണൽ എസ്കറ്റോളജിയിൽ പെടുന്നതാണ്. നാലാമതൊരു കാര്യം കൂടെയുണ്ട്, പേഴ്സണൽ റിസറക്ഷൻ. റിസറക്ഷൻ ഓഫ് ദ പേഴ്സൺ, ഒരു വ്യക്തിയുടെ ഉയർത്തെഴുന്നേൽപ്പ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഭാവികാലപരമായി പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളാണ്. മരണം, ആത്മാവിന്റെ അമർത്യത, മരണത്തിനും ഉയർപ്പിനുമിടയിൽ ആത്മാവിന്റെ അവസ്ഥ, ഒടുവിൽ ഉയർത്തെഴുന്നേൽപ്പ്, നിത്യത തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിനകത്തിൽ പെടുത്താം. On the other side, what are the general eschatological subjects? പൊതുവായ ഭാവികാല വിഷയങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമാണ് ദ പറൂസിയ, കർത്താവായ യേശുവിന്റെ മടങ്ങിവരവ്. The second coming or the appearance of the Lord. കർത്താവിന്റെ പ്രത്യക്ഷത. രണ്ട്, ഡിഫറെന്റ് റിസറക്ഷൻസ്, പല തരത്തിലുള്ള ഉയർത്തെഴുന്നേൽപ്പുകൾ, പലരുടെ പല സമയങ്ങളിലുള്ള
പല ഉയർപ്പുകൾ, ഡിഫറെന്റ് ഡൈവേഴ്സ് റിസറക്ഷൻസ്. തേർഡ് വൺ, ഡിഫറെന്റ് ജഡ്ജ്മെന്റ്സ്, വിവിധ ന്യായവിധികൾ, വിവിധ ന്യായവിധികൾ. നാല്, മില്ലേനിയൽ റെയിൻ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച, യേശുവിന്റെ സഹസ്രാബ്ദ വാഴ്ച. ആൻഡ് ഫൈനലി ഇറ്റേണിറ്റി, നിത്യത. ഇവയെല്ലാമാണ് പൊതുവായ ഭാവികാല വിഷയങ്ങൾ. യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ്, വിവിധ ഉയർത്തെഴുന്നേൽപ്പുകൾ, വിവിധ ന്യായവിധികൾ, ക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ച, നിത്യത. ഇത്രയും കാര്യങ്ങളിൽ വിശദീകരണം എന്തിനെങ്കിലും വേണമോ? പലരുടെയും പല സമയങ്ങളിലുള്ള പല രീതിയിലുള്ള ഉയർത്തെഴുന്നേൽപ്പ്. അതെ, വരാം, അങ്ങോട്ട് വരാം. ഓക്കെ ഓക്കെ. ചിലപ്പോൾ 20-ാം അധ്യായം വരെ കാത്തിരിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അല്ല പാസ്റ്ററെ, നമ്മൾ ഈ പെന്തക്കോസുകാരൊക്കെ പാസ്റ്റ് പറഞ്ഞില്ല മരിച്ച ആത്മാക്കളുടെ വരും പോകുന്നൊക്കെ പറയുന്നത്, അങ്ങനെ പെന്തക്കോസുകാരിടയ്ക്ക് ഒരു വല്ലതും ഉണ്ടോ? പെന്തക്കോസ്ത് സഭയുടേതായ ഉപദേശങ്ങളൊന്നുമില്ല. പക്ഷെ ഈ പെന്തക്കോസ്ത് സഭകളിൽ പെട്ട പലരിലും ഇങ്ങനെയുള്ള ചിന്തകൾ ഉണ്ട്. സഭാപരമായിട്ട് അങ്ങനെ ഒരു ഉപദേശമോ ഒന്നുമില്ല. പക്ഷെ വ്യക്തിപരമായി പണ്ടായിരുന്ന സഭാ സമൂഹങ്ങളിൽ വെച്ചു പുലർത്തിയ അതേ ചിന്തകൾ പെന്തക്കോസ്തിൽ വന്ന ശേഷവും വച്ചു പുലർത്തുന്നവർ ഉണ്ട്. അന്നേരം അവർ മാനസാന്തരപ്പെട്ടവരല്ലെന്ന് വെച്ചാ പോരായോ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല. ശരിക്കും ജീവിച്ചിരുന്നപ്പോ സംസാരിച്ച കാര്യങ്ങളും അങ്ങനെയൊക്കെ ഇങ്ങനെ മരണശേഷം അവര് അങ്ങനെ ചെയ്യുന്ന അത് എങ്ങനെയാ, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ ശരിയായ, കാരണം ഞാനും അങ്ങനെ ഒരു കുടുംബത്തിലായിരുന്നു. അപ്പം ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ മരിച്ചതിന് ശേഷം ഇങ്ങനെ വീട്ടിലുള്ളവർ പറയാറുണ്ട് ആ വിശേഷം. അവരുടെ ആ സെയിം ശബ്ദവും വേറൊരാളിലൂടെ സംസാരിക്കുകയും അങ്ങനെയൊക്കെ. അത് നമുക്കതങ്ങോട്ട് നമുക്ക് വിശ്വാസമില്ല. പക്ഷെ അവരൊക്കെ പറയുമ്പോ നമുക്കത് നിരസിക്കാൻ പറ്റത്തില്ല. അതുപോലെ അതാണ് നമ്മൾ ഒന്നിലധികം പ്രാവശ്യം കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് പൗലോസിന്റെ വാക്കുകൾ വായിച്ചത്. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നു. സാത്താന് യേശുവായിട്ട് പോലും അഭിനയിക്കാനും നമ്മളെ വശീകരിക്കാനും വലിയ പ്രയാസമൊന്നുമില്ല. മരിച്ചവരുടെ ശബ്ദവും മരിച്ചവരുടെ, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ അമ്മച്ചിയും വല്യമ്മച്ചിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനും പോയി മണത്ത് നോക്കിയിട്ടുണ്ട്. കുഞ്ഞേ,
വന്നടാ. ആരാ അമ്മച്ചി? വേണ്ട ഇങ്ങോട്ട് വന്നേ. അപ്പം വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കാതാ പറയുന്നേ. ഇങ്ങോട്ട് വന്നേ. ഇതാ ഇവിടെ ഒന്ന് മണപ്പിച്ച് നോക്കിക്കേ. വല്യപ്പച്ചനെ വല്യമ്മച്ചിയെ അടക്കാൻ നേരം അടിച്ച സ്പ്രേയുടെയും പൗഡറിന്റെയും മണം അന്നേരം ഫീൽ ചെയ്യുന്നെന്ന്. ഞാനും മണത്ത് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ശരിയാ അമ്മച്ചി, സത്യവാ കേട്ടോ. അപ്പം ഈ മരിച്ചു പോയവരുടെ അല്ലെ മനുഷ്യരുടെ ചിലരെ ഈ ആത്മാവ് കയറിയെന്നും പറഞ്ഞ് ചിലർ ഈ മരിച്ചു പോയവരുടെ അതേ കോപ്രായങ്ങളൊക്കെ കാണിക്കും. മരിച്ചുപോയവരുടെ അതേ രീതിയിൽ അതേ പരുവത്തിൽ. റെഫറൻസ് ആണ് 2 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ അധ്യായം. അതിന്റെ 14-ാമത്തെ വാക്യം വായിച്ചോ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ. അടുത്ത വാക്യവും കൂടെ. ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. സാത്താൻ വഞ്ചകനാണ്, അവൻ കള്ളനാണ്. കർത്താവ് അവനെ വിളിച്ചത് യോഹന്നാൻ 8-ാമത്തെ അധ്യായത്തിൽ ഭോഷ്കിന്റെ അപ്പനെന്ന്. ഭോഷ്കിന്റെ ജനകൻ, വഞ്ചനയുടെ അപ്പനാണ് അവൻ. അവന് ദൈവമാണെന്നും പറഞ്ഞും യേശുവാണെന്നും പറഞ്ഞും വരെ ജനത്തെ വശീകരിക്കാൻ പറ്റും, വശീകരിക്കാറുണ്ട്. അതുകൊണ്ട് മരിച്ചവരുടെ സ്വഭാവവും ശബ്ദവും ഒക്കെ അവൻ അനുകരിക്കും. ഇത് തന്നെയായിരുന്നു ശൗലിനോട് ശൗലിന്റെ അവസാനത്തെ വെളിച്ചപ്പാടത്തിയുടെ അടുക്കലുള്ള പോക്കിൽ സംഭവിച്ചത്. ഇന്നും വെളിച്ചപ്പാടന്മാരുടെ ഒക്കെ രീതി ഇത് തന്നെയാ. മന്ത്രവാദികൾ, വെളിച്ചപ്പാടന്മാർ, മീഡിയംസ്, സോസറേഴ്സ്, ഇവരുടെയൊക്കെ പ്രവർത്തികൾ ഇത് തന്നെയാണ്. ഇവരുടെ കസ്റ്റഡിയിൽ ആത്മാക്കളുണ്ട്, ദുരാത്മാക്കൾ. അവ ആരുടെ സംഗതിയും അവ അനുകരിക്കും. അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ നോക്കുമ്പോൾ, കേൾക്കുമ്പോൾ, കാണുമ്പോൾ ഈ മരിച്ചവരുടെ അതേ ശബ്ദവും സ്വഭാവവും ഒക്കെ അനുകരിക്കും. ശരിയാ. പക്ഷേ മരിച്ചു പോയവരല്ല, അവരുടെ ആത്മാക്കളല്ല. അവരെത്തേണ്ട സ്ഥാനത്തെത്തി. അവിടുന്ന് ബെയിലൊന്നും കൊടുത്ത് വിടത്തില്ല. നമ്മുടെ കേരളത്തിലെ മഹാബലിയുടെ കൂട്ട് വർഷത്തിൽ ഒരിക്കൽ വരാനുള്ള പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഇതെല്ലാം ദുരാത്മാക്കളുടെ വഞ്ചനയാണെന്ന് നാം തിരിച്ചറിയണം. ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ വല്യപ്പച്ചന്റെയും വല്യമ്മച്ചിയുടെ ഒക്കെ മണം എനിക്ക് കിട്ടുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രോഗം വരുമായിരുന്നു. അന്നേരം ഒക്കെ പറയും, വല്യപ്പച്ചൻ വന്നതാ, വല്യമ്മച്ചി വന്നതാ. ഞങ്ങളുടെ വീട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോ രാത്രികളൊക്കെ നിർത്താതെ കരയുമ്പോൾ ഞങ്ങളുടെ അമ്മച്ചിയൊക്കെ പറയുമായിരുന്നു, വല്യമ്മച്ചി വന്നതാ. ഇങ്ങനാന്നോ കൊച്ചുമക്കളെ സ്നേഹിക്കുന്നേ? ഉപദ്രവിക്കാതെ പോ, കണ്ടില്ലയോ, അത്ര മതി. ഇതൊക്കെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട ശേഷം ഒന്ന് മണം പിടിക്കാൻ നോക്കിയിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല.
അപ്പൊ ഇത് സാത്താന്റെ വഞ്ചനയാണെന്ന് മനസ്സിലാക്കുക. അതല്ലാതെ ഇതിൽ യാഥാർത്ഥ്യങ്ങളില്ല. അതായത് മരിച്ചവരുടെ ആത്മാക്കളല്ല, അതിനെയും വിശുദ്ധന്മാരായാലും അശുദ്ധന്മാരായാലും, നമ്മളൊക്കെ സാധാരണ പറയുന്ന പോലെ ദുർമരണത്താലായാലും സത്മരണത്താൽ മരണപ്പെട്ടവരായാലും ഇല്ല. നമ്മൾ ഈ ഉറക്ക സ്വപ്നത്തിൽ മരിച്ചവരെ കാണുന്ന വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ് ഈസ് മരിച്ചവർ വന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, മീൻസ് അങ്ങനെയുള്ള ഒരു, അത് വെറും സ്വപ്നം. സ്വപ്നത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ പോലും സ്വപ്നം കാണാൻ പറ്റും. ഓക്കെ, അത് വെറും സ്വപ്നവും യാഥാർത്ഥ്യവുമായിട്ട് അതിന് ബന്ധമില്ല. മിഥ്യ എന്ന് പറയുന്ന സ്വപ്നം സത്യമല്ലെന്നല്ല, സ്വപ്നം സത്യമുണ്ട്. പക്ഷെങ്കിൽ സ്വപ്നത്തിൽ ഞാൻ മരിച്ചുപോയ ഒരാളിനെ കണ്ടതുകൊണ്ട് ആ ആള് വന്ന് പറയുന്നത് ഒന്നും അല്ല. അത് സ്വപ്നം, അത് വെറും ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ. സ്വപ്നത്തിൽ ഇതുവരെ ജനിച്ചിട്ടേ ഇല്ലാത്തവർക്ക്, ഉണ്ടായിട്ടേ ഇല്ലാത്തവർക്ക് പോലും വരാനും കാണാനും പറയാനും ഒക്കെ പറ്റും. അത് സ്വപ്നമായി മാത്രം കണ്ടാൽ മതി. ചിലപ്പോൾ ദൈവം നമ്മോട് സംസാരിക്കുന്നതാകാം. അപ്പോൾ നമുക്ക് വിശ്വാസമുണ്ടായിരുന്ന അല്ലെങ്കിൽ നമുക്ക് ബന്ധമുണ്ടായിരുന്ന ഒരാളിൻ്റെ രൂപത്തിൽ നമ്മളോട് സംസാരിക്കുന്നത് പോലെ പറയുന്നു അല്ലെങ്കിൽ കാണുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. അത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ടതോ അവര് നമ്മുടെ സ്വപ്നത്തിൽ വരുന്നതോ ഒന്നുമല്ല. അതും ഈ പറഞ്ഞതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഏതായാലും ഈ രണ്ട് തരം അന്ത്യകാല സംഭവങ്ങൾ, ഒന്ന് വ്യക്തിപരമായതും മറ്റൊന്ന് പൊതുവായിട്ടുള്ളതും, നാം അവയിലേക്ക് പ്രവേശിക്കുകയാണ് 4ഉം 5ഉം അധ്യായങ്ങളിലൂടെ. അതിനൊരു വാതായനം, ഒരു വാതിൽ, അതിനൊരു മുഖവുര ഇന്ന് നാം ഇട്ടു എന്നേ ഉള്ളൂ. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ ഈ അധ്യായങ്ങളുടെ ഉള്ളിലേക്ക് നമുക്ക് നാളെ പ്രവേശിക്കാം. ഇതുവരെ 2ഉം 3ഉം അധ്യായങ്ങളിൽ രംഗം ഭൂമിയായിരുന്നു. 4ആം അധ്യായം മുതൽ രംഗം മാറുകയാണ്. 4ന്റെ 1-ാം വാക്യം വായിച്ച് നമുക്ക് നിർത്താം. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. സ്തോത്രം. 1:19 നമ്മൾ വായിച്ചല്ലോ, ഇനി മേലാൽ സംഭവിപ്പാൻ ഇരിക്കുന്നത്. ഇവിടെ 4ന്റെ തുടക്കത്തിൽ യോഹന്നാനെ കർത്താവ് വിളിക്കുക. 1-ാം അധ്യായത്തിന്റെ 9 മുതൽക്കുള്ള, പ്രത്യേകിച്ച് 10 മുതൽ 10ഉം 11 വാക്യങ്ങളിൽ കേട്ട കാഹളനാദം പോലെയുള്ള ശബ്ദം, ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവായിരുന്നു അത്. ആ ശബ്ദം ഇവിടെ 4ന്റെ തുടക്കത്തിൽ യോഹന്നാനോട് പറയുക, ഇവിടെ കയറി വരിക. ഇതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ പാട്ട് പാടുന്നത്. ഇവിടെ കയറി വരുവൻ എന്ന ദൈവശബ്ദം കേൾപ്പതിനു വേണ്ടി ഉണർന്ന നീ ഒരുങ്ങിടുന്നുവോ. സ്തോത്രം. അപ്പോൾ ഭൂമിയിലായിരുന്നു ഇതുവരെ 7 സഭകളെ കുറിച്ചുള്ള ദർശനങ്ങൾ, സന്ദേശങ്ങൾ ഒക്കെ കൈമാറിയതെങ്കിൽ 4ന്റെ 1ലേക്ക് വന്നപ്പോൾ രംഗം ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് മാറുന്നു. സ്വർഗം
സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നു. യോഹന്നാനെ അവിടേക്ക് യേശുക്രിസ്തു വിളിക്കുന്നു. യോഹന്നാൻ പോകുന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് തനിക്ക് ഒക്കുന്നത് പോലെയുള്ള ഭാഷയിൽ നമുക്ക് എഴുതി തരുന്നു. സ്തോത്രം. കാരണം സ്വർഗത്തിലെ കാര്യങ്ങളാണ് യോഹന്നാൻ കണ്ടത്. അതിൽ പലതിനോടും ഉപമിക്കുവാൻ ഭൂമിയിൽ ഒന്നുമില്ല. പിന്നെ തനിക്കാവോളം ഉപമിക്കുവാൻ കഴിയുന്ന കാര്യങ്ങളോട് സ്വർഗത്തിൽ കണ്ട കാര്യങ്ങളെ ഉപമിച്ച് നമുക്ക് തരുന്നു. അതുകൊണ്ട് ചിലതൊക്കെ അല്പം ദുർഗ്രഹമാണ്, മനസ്സിലാക്കാൻ അല്പം പ്രയാസം ഉള്ളതുണ്ടാവും. എന്നാൽ പ്രാർത്ഥനയോടെ നമുക്കും യോഹന്നാനോടൊപ്പം ഒരു സ്വർഗയാത്ര നടത്താം. സ്തോത്രം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ നമുക്ക് അവിടേക്ക് പോകാം. അതുവരത്തേക്കും പ്രത്യാശയോടെ ഈ പ്രവചന സൂക്തങ്ങളെ മുറുകെ പിടിച്ച് ഇരുണ്ട ലോകത്തിൽ വെളിച്ചമായി കണ്ട് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങാം. ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.